ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഇത്തിരി മധുരമായാലോ. അപ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചെയ്യാൻ നല്ല ഈസിയാണ്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ ശേഷം പിന്നെ ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിത് ആദ്യം മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ചൈന ഗ്രാസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, 8 ഗ്രാമിൻ്റെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെക്കാം. കുതിർക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് അലിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതേസമയം മറ്റൊരു പാത്രത്തിലോട്ട് 1 ലിറ്റർ പാല് തിളക്കാനായിട്ട് വെക്കണം. അപ്പോൾ ചൈന ഗ്രാസ് ഒരുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പാലും നല്ലോണം തിളച്ച് കിട്ടണം. അപ്പോൾ ഒരേ സമയം തന്നെ രണ്ടും പിന്നെ ചൂടാക്കണം കേട്ടോ. പാല് തിളക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ചൈന ഗ്രാസ് നല്ലോണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ചേർക്കണ്ട കേട്ടോ. പാല് നല്ലോണം തിളച്ച ശേഷം വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. അപ്പോൾ ചൈന ഗ്രാസ് ഇപ്പോൾ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ പാലും നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ഫ്ലേവർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ക്യാരറ്റ് പേസ്റ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി എല്ലാം ചെയ്യാനായിട്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഷുഗറും എല്ലാം കറക്റ്റായ ശേഷം നമുക്കിതിലേക്ക് ഉരുക്കി വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊടുത്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഈ ഒരു പുഡിങ് സെറ്റ് ആവാനായിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലിടാനുള്ള ക്യാരറ്റ് ലഡു റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ക്യാരറ്റ് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റിൻ്റെ പച്ച ചുവക്കെ മാറോളം ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്കത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്ന പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇളം ചൂടോടെ വേണം ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഇവിടെ ക്യാരറ്റ് ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുത്തിട്ട് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടുതലാണ്. അപ്പോൾ ഇത് നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.